يكافي ومزيدا. يا ربنا لك الحمد كما ينبغي لجلالك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. الصلاة والسلام على رسولك وحبيبك محمد وآله وصحبه الذين يبتغون الوسيلة إليك. أما بعد. أعوذ بالله من الشيطان الرجيم. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم تقلبكم ومثواكم. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹൽ ഒത്തുചേരൽ അതിൻ്റെ ഉദ്ദേശവും അത് എന്തിനു വേണ്ടിയാണ് എന്നും ഇനി പ്രത്യേകമായിട്ട് ഉണർത്തേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ നിർവഹിക്കാനുള്ളത് ഈ ജിൽസയിൽ, ഈ സദസ്സിൽ നമ്മളെല്ലാം അംഗീകരിച്ചിട്ടുള്ള, അണിചേർന്നിട്ടുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ, ആ സംഘടനയുടെ ആദർശം ഒന്നുകൂടി വ്യക്തമാക്കുക, അതിന് വിരുദ്ധമായ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ആദർശങ്ങളെ കഴിയുമെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ പരിചയപ്പെടുത്തുക, ഇതാണ്. അപ്പോൾ ചില ആളുകളെങ്കിലും സംശയിക്കും, നമ്മുടെ ആദർശം നമുക്ക് അറിയുന്നത് തന്നെയല്ല, അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു പ്രത്യേക സംഘമായി ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സദസ്സിൽ ഒരേ ആദർശത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ അതേ ആദർശത്തെപ്പറ്റി പിന്നെ പറയുക എന്നത് ഒരു അധികപ്പറ്റാണ് എന്ന് സ്വാഭാവികമായി ചിന്തിക്കാവുന്നത്. അതിന് നമുക്കുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹാബിമാരോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ, ആദർശത്തെ, വിശ്വാസത്തെ പുതുക്കിക്കൊണ്ടിരിക്കണം. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് കൊണ്ട്. സമ്പൂർണമായ തൗഹീദുള്ള ആളുകളാണ് സഹാബികൾ, സംശയമൊന്നുമില്ല. പക്ഷേ
എങ്കിലും അവരോട് പറയുന്നത് നിങ്ങളുടെ ഈമാനിനെ പുതുക്കണം എന്നാണ്. അതാണ് അതിനുള്ള മറുപടി. വിശദമായിട്ട് പറയണമെന്നില്ല. അത് ഞാൻ പറയാൻ കാരണം, ചില ആളുകളെങ്കിലും നമ്മളെ വിളിച്ചു കൂട്ടിയിട്ട് പിന്നെന്തിനാണ് തൗഹീദ് പറയുന്നത്, ഇത് നമ്മൾ അംഗീകരിച്ച കാര്യമാണല്ലോ, നമ്മളിത് പുറത്തല്ലേ പറയേണ്ടത്. അതിൽ ഒരു ഭാഗം ശരിയാണ്, പുറത്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ പുറത്തുകൂടി പറയേണ്ടതാണ്. എന്നാൽ നമ്മളെന്തിനത് പറയുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഈമാനിനെ പുതുക്കണം, തൗഹീദിനെ പുതുക്കണം. ആ വാചകം പറഞ്ഞുകൊണ്ട് പുതുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ചില ആളുകളെങ്കിലും പറയാറുണ്ടായിരുന്നു, ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ആളായി, ഒരിക്കൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് 2-3 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു മെമ്പർഷിപ്പ് പുതുക്കുന്നത്? ഞാനങ്ങനെ ആലോചിച്ച ആളായിരുന്നു, ആ നയം സ്വീകരിച്ച ആളായിരുന്നു. അപ്പോഴാണ് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതൊന്ന് പുതുക്കണം. സ്വാഭാവികമായ പഴക്കം ഈമാനിനും സംഭവിക്കും. അൽ ഈമാനു യസീദു യൻഖുസു എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഈമാൻ ആദർശം, അതാണ് നമ്മുടെ ആദർശം, കുറയുകയും ഏറുകയും ചെയ്യും. ഒരു ദിവസത്തിൽ തന്നെ ഒരാളുടെ ഈമാനിൽ തന്നെ കുറവുണ്ടാവും, വർധനവുണ്ടാവും. ചിലപ്പോൾ ഈമാൻ പറ്റെ മങ്ങിപ്പോവും, ഒരു സൂക്ഷ്മമായ കണിക മാത്രം അവശേഷിക്കും. അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും സംഭവിക്കും. ഒരു ദിവസത്തിൽ സംഭവിക്കും, ഒരുപക്ഷേ ഒരു മണിക്കൂർ തന്നെ സംഭവിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ജദ്ദിദൂ ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് ഈമാനിനെ പുതുക്കണം. അതിനാണ് അത് ഈ സദസ്സിൽ ഇപ്പോൾ ഞാൻ പറയും ഈ വിഷയം. നമ്മുടെ ആദർശം 2 സ്ഥലത്തും അടിവരയിടേണ്ടതാണ്. നമ്മുടെയാണ് ആദർശമാണ്. ആദർശം എന്ന പദം നമുക്ക് അറിയാം, വളരെ വിശദമായ വിപുലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസ, ആചാര, അനുഷ്ഠാന, ആഘോഷ, ക്രയവിക്രയ, പെരുമാറ്റ, സ്വഭാവ എന്നിങ്ങനെയുള്ള ഗുണങ്ങളുടെ സമുച്ചയത്തിൻ്റെ പേരാണ് ആദർശം. 1-2 കാര്യമല്ല, 2-10 കാര്യമല്ല, എത്ര കാര്യമുണ്ടോ അത്ര കാര്യവും ആദർശമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു വിശ്വാസിയുമായി ബന്ധപ്പെടുന്ന 1000-ഓളം കൽപ്പനകളുണ്ട് എന്ന് പറയും. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, വൈയക്തികമായി, കുടുംബപരമായി, സാമൂഹികമായി, രാഷ്ട്രീയപരമായി, അങ്ങനെ സാമ്പത്തികമായി, എല്ലാ മേഖലകളിലും കൂടി ഈ 1000-ഓളം വരുന്ന കൽപ്പനകളും ആദർശമാണ്. അത്ര തന്നെ വിരോധങ്ങളുമുണ്ട്, അരുതെന്ന് പറഞ്ഞിട്ടുള്ള ചെറുതും വലുതുമായ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും വിഷയങ്ങളും, അതും ആദർശം. അപ്പോൾ നാം മനസ്സിലാക്കണം, സുബൈർ സാഹിബ് പറഞ്ഞതുപോലെ നാം മനസ്സിലാക്കണം, ആദർശം എന്നത് വിശാലമായ ഒരു അർത്ഥം. എന്നാൽ പിന്നെന്താ നമ്മളിവിടെ ആദർശം? ആദർശം വിശാലമായ അർത്ഥത്തിലാണെങ്കിലും ആ ആദർശങ്ങളുടെ കൂട്ടത്തിൽ മുഖ്യമായ ഒരു ആദർശം ഉണ്ടാവും. ഒരു കാര്യം, എല്ലാ സംഘടനകൾക്കും അതുണ്ടാവും.
അതിൽ മർക്കസു ദഅവയുടേത് ഏതാണ്? അതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളിലെ ബഹുഭൂരിപക്ഷം ആളുകൾ വരുന്നത് സുന്നികൾ എന്ന പേര് അറിയപ്പെടുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആദർശം സുന്നത്ത് ജമാഅത്താണ്. അതിനാണ് അവർ പ്രാമുഖ്യം നൽകുന്നത്. പിന്നെ അത് ശരിയാണോ തെറ്റാണോ അത് വേറെ വിഷയം. അവരുടെ ആശയത്തിൻ്റെ മർമ്മം സുന്നത്ത് ജമാഅത്താണ്. ജമാഅത്തെ ഇസ്ലാമി എടുക്കുകയാണെങ്കിൽ അവരുടെ ആശയം, ഒരുപാട് ആശയങ്ങളുണ്ട്, ആദർശങ്ങളിൽ ഒന്നാം സ്ഥാനത്ത്, പ്രഥമ സ്ഥാനത്ത് അവർക്ക് ഇഖാമത്തുദ്ദീനാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇഖാമത്തുദ്ദീൻ ആയിരുന്നില്ല, ഹുക്കൂമത്തെ ഇലാഹിയായിരുന്നു. അവരുടെ ആദർശത്തിലെ ഒന്നാം സ്ഥാനത്ത്, പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്നത് ഹുക്കൂമത്തെ ഇലാഹി എന്നാണ്. അത് ചില തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകുന്നുവോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അതേ ആദർശം സ്വീകരിച്ചുകൊണ്ട് പേരുമാറ്റി ഇഖാമത്തുദ്ദീനാക്കി. എല്ലാം ആദർശമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തിൻ്റെ മുഖ്യമായ പ്രാധാന്യപൂർവം അവർ പരിഗണിച്ചു വരുന്ന ആദർശം ഇഖാമത്തുദ്ദീനാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ദൈവിക ഭരണകൂടം നിലവിൽ വരാൻ വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതാണ് അവരുടെ മുഖ്യ അജണ്ട, പ്രധാനപ്പെട്ട ആദർശം. ഇപ്പോൾ ഖാദിയാനികളാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആദർശം ഖത്മുൻ നുബുവത്താണ്, പ്രവാചകത്വ പരിസമാപ്തി. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് മുഹമ്മദ് നബിയിലൂടെ അവസാനിക്കുന്നില്ല, ലോകാവസാനം വരെ പ്രവാചക നിയോഗം സംഭവിച്ചു കൊണ്ടിരിക്കുമെന്ന അടിസ്ഥാനരഹിതമായ ആദർശമാണ്. പക്ഷേ അതിനാണ് പ്രാധാന്യം. അതേപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തുണ്ട്. തബ്ലീഗ് ജമാഅത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ദുർബലമായ നബിചര്യക്കാർ. ദുർബലമായ നബിചര്യ എന്നാണ്, നബിചര്യ ദുർബലമാണെന്നല്ല, നബിചര്യയിൽ വളരെ അത്ര പ്രാധാന്യമല്ലാത്ത അപ്രസക്തമായ വിഷയങ്ങൾക്കാണ് അവിടെ മുൻതൂക്കം. അപ്പോൾ അവരുടെ ആദർശം എന്ന് പറയുമ്പോൾ അതാണെന്ന് പറയാം. അവരിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാൾക്ക് താടിയുണ്ടോ, അതാണ് ആദ്യം നോക്കുക. അയാളുടെ ഹൃദയത്തിൽ ഈമാനുണ്ടോ, അതല്ല നോക്കുക. അപ്പോൾ അവരുടെ ആദർശം അതാണ്. അങ്ങനെ ഓരോ സംഘത്തിനും ഒരു ആദർശമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ പാർട്ടികളുണ്ട്. അവരുടെ ആദർശം സാമ്പത്തിക സമത്വമാണ്. ഒരുപാട് ആദർശങ്ങൾ വേറെയുണ്ട്, പക്ഷേ പ്രാധാന്യം അതിനാണ്, സാമ്പത്തിക സമത്വത്തിനാണ്. കോൺഗ്രസ്സുകാരുണ്ട്. അത് എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ആദർശം മതേതരത്വമാണ്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ മതേതരത്വമാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആദർശം. മർക്കസു ദഅവ മുജാഹിദ് വിഭാഗത്തിൻ്റെ ആദർശം തൗഹീദാണ്. ആദർശം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആദർശത്തിലെ പ്രാധാന്യമർഹിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ ഒന്നാം സ്ഥാനം അതിനാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഒന്നും നമ്മെ സമ്പൂർണ്ണമാക്കുകയോ നമ്മെ നാമാക്കുകയോ നമ്മെ മർക്കസുദ്ധമാക്കുകയോ ചെയ്യുകയില്ല. കാരണം നമ്മുടെ അടിസ്ഥാന ആദർശം അതാണ്. അപ്പോൾ സംശയം, വേറെയും മുജാഹിദുകളുണ്ടല്ലോ, അവരുടെയും അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണല്ലോ. KNM എന്ന പേരിൽ, മർക്കസു ദഅവ ചേർക്കാതെ തന്നെ KNM എന്ന പേരിൽ സ്വതന്ത്രമായിട്ട് അറിയപ്പെടുന്ന സംഘടനയുണ്ട്. അവരിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള വിസ്ഡം വിഭാഗമുണ്ട്. അവരും മുജാഹിദുകളാണെന്നാണ് പറയുന്നത്. അവരുടെ അഡ്രസ്സിൽ അതില്ലെങ്കിലും, ഔദ്യോഗികമായ പേരുകളില്ലെങ്കിലും വാദിക്കുന്നത് അങ്ങനെയാണ്. കാരണം അവർക്ക് ആളെ കിട്ടുന്നത് മുജാഹിദിൽ നിന്നായതുകൊണ്ട് മുജാഹിദ് എന്ന പേര് ഉപയോഗിക്കാതെ നിലനിൽപ്പില്ല. അപ്പോൾ അവരും തൗഹീദാണല്ലോ പറയുന്നത്. പക്ഷെ വ്യത്യാസമുണ്ട്. മർക്കസു ദഅവയുടെ തൗഹീദ് ഒന്നുകൂടി പറയാം, കലർപ്പില്ലാത്ത തൗഹീദാണ്. കലർപ്പില്ലാത്ത തൗഹീദ്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ. വിശ്വാസികളായ ആളുകൾ, ഈമാനുള്ള ആളുകൾ
തൗഹീദുള്ള ആളുകൾ. വലം യൽബിസു ഈമാനുഹും, അവരുടെ ആദർശത്തിൽ, അവരുടെ ഈമാനിൽ, അവരുടെ തൗഹീദിൽ അത് അവർ കൂട്ടിക്കുഴച്ചില്ല. ബിദുൽമിൻ, ഒരു തരത്തിലുള്ള അതിന് വിരുദ്ധമായ, തൗഹീദിന് വിരുദ്ധമായ ശിർക്ക്. ഉൽമ എന്ന ആയത്തിന് വാക്കിന് അവിടെ ശിർക്ക് എന്നാണ് അർത്ഥം എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായിട്ടൊരായത്തും കൊടുത്തിട്ടുണ്ട്. മഹാനായ ലുഖ്മാൻ തൻ്റെ മകനോട് പറയുന്നു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്നശ്ശിർക ലദുൽമുൻ അദീം. എൻ്റെ മോനെ, നീ അള്ളാഹിൽ പങ്കു ചേർക്കരുത്. അള്ളാഹിൽ പങ്കു ചേർക്കൽ ഏറ്റവും വലിയ അക്രമമാണ്. അപ്പോൾ ഏറ്റവും വലിയ അക്രമം എന്ന് ഖുർആൻ സൂറത്ത് ലുഖ്മാനിൽ പറഞ്ഞത് ഷിർക്കിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ സൂറത്ത് അൻആമിലെ ഈ ആയത്ത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ഒരു തരത്തിലുള്ള ഷിർക്കും, ഷിർക്കിൻ്റെ ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു കണികയും ചേരാത്ത ഈമാൻ എന്ന് പറഞ്ഞത്, അതാണ് നമ്മുടെ പ്രത്യേകത. ദോഷങ്ങളുണ്ടാകാം, തെറ്റുകളുണ്ടാകാം, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം, വീക്ഷണ വ്യത്യാസങ്ങളുണ്ടായാം, നയപരിപാടികൾ എതിർപ്പുള്ളവരുണ്ടാകാം. പക്ഷെ നമ്മുടെ ആദർശം ഏറ്റവും വിശുദ്ധമായതാകണം. അതാണ് നമ്മുടെ പ്രത്യേകത. ശിർക്കിന് കടന്നു വരാവുന്ന ഒരു പഴുതും ഒരു സുഷിരവും നമ്മുടെ ആദർശത്തിലില്ല. ഇപ്പോൾ ഇസ്ലാംകാരുടെ വിശ്വാസത്തിൽ അവർ തന്നെ പറയുന്നത് വസീലത്തു ഷിർക്ക്, ഷിർക്കിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള വഴികൾ അതവിടെയുണ്ട്. എന്നാൽ നമ്മുടെ പ്രത്യേകം അറിയപ്പെടാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആകെ മൊത്തം അതിൻ്റെ അവകാശികളൊന്ന് അഹങ്കരിക്കുന്ന എന്ന് ഞാൻ പറയുന്ന, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ, അവരും ആ വിഷയത്തിൽ വേണ്ടത്ര അവധാനതയില്ലാത്തവരാണ്. കുറച്ച ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം അവരിലും ഈ വിശ്വത്തിൻ്റെ ആശയാദർശങ്ങൾ കടന്നുകൂടിയ അനേക ആളുകളുള്ള ഒരു ജനക്കൂട്ടമാണ്. കൃത്യമായ വേർതിരിവ് അവിടെയില്ല. അതേസമയത്ത് മർക്കസു ദഅവ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ വളരെ വ്യതിരിക്തമായിട്ട് നിൽക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ ആദർശം അപ്പോൾ കറകളഞ്ഞ തൗഹീദ്, അത് മനസ്സിലാക്കുക. മർക്കസു ദഅവയുടെ ആദർശം എന്താണ്? ആദർശം പലതുണ്ട്, കുറേയുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആദർശങ്ങളിൽ, നമ്മുടെ ആദർശത്തിൽ പ്രഥമ സ്ഥാനത്ത്, ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്, പ്രാധാന്യപൂർവ്വം നമ്മൾ പരിഗണിച്ചു വരുന്നത് കറകളഞ്ഞ തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ പോരാ, ഇനി നമ്മൾ അങ്ങനെ പറയാം. കാരണം മറ്റതിലെല്ലാം കറ ചേരുന്നുണ്ട്. കുറേശ്ശെ കറ വരാൻ സാധ്യതയുണ്ട്, സ്വാഭാവികമായും കറ വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് വിശ്വാസം. അതുകൊണ്ട് കറകളഞ്ഞ ഈമാൻ, അതാണ് നമ്മുടെ പ്രത്യേകത. ഇനി നമുക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ലോകത്തോട് ആദ്യമായി പ്രബോധനം ചെയ്ത പ്രവാചകൻ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാം. ആദം നബി ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിൽ അത് അടങ്ങിയിട്ടുണ്ടാകാം. അത് പ്രകൃതിയുടെ നിയമമാണ്, മനുഷ്യ സഹജബോധമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ആദർശമാണ്. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന് സ്വാഭാവികമായിട്ടും അത് ഉണ്ടായിട്ടുണ്ടാകാം. അദ്ദേഹം ഇവിടെ വരുമ്പോൾ അതിന് വിരുദ്ധമായി നീങ്ങുന്ന, വിശ്വസിക്കുന്ന ഒരാളും ഇവിടെയില്ല. അതുകൊണ്ട് അവരുടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമില്ല ഈ വിഷയം. പിന്നെ ഇതെപ്പോഴാണ് പറയാൻ തുടങ്ങുന്നത്, പറഞ്ഞു തുടങ്ങുന്നത്? അവ്വലുർ റസൂൽ എന്നറിയപ്പെടുന്ന ദൂതന്മാരിലെ, റസൂലുമാരിലെ ഒന്നാമത്തെ ആളായ നൂഹ് നബി അലൈഹിസ്സലാം, അവിടെയാണ്, അദ്ദേഹമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന തൗഹീദ് പറയാൻ തുടങ്ങും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് വിരുദ്ധമായ വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വിശ്വാസം നൂഹ് അലൈഹിസ്സലാം വരുമ്പോൾ നിലവിലുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാൻ നിർബന്ധിതനായത്. പറയേണ്ടി വന്നു. പറഞ്ഞാൽ ശക്തമായ പ്രതികരണം ഉണ്ടാവും, എതിർപ്പുണ്ടാവും, മർദ്ദനങ്ങളുണ്ടാവും, പീഡനങ്ങളുണ്ടാവും, ബഹിഷ്കരണങ്ങളുണ്ടാവും, വ്യക്തിപരമായ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടും, കുടുംബത്തിൽ നിന്ന് അകറ്റപ്പെടും, കല്ലെടുത്ത് എറിയപ്പെടും, കഴിയുമെങ്കിൽ കൊന്നുകളയും. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞതാണ് പറയുന്നത്. അള്ളാഹ് പറഞ്ഞതാണ് ഈ സമുദായത്തോട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വിശ്വാസം എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? അത് മാത്രം മനസ്സിലാക്കിയാൽ തൗഹീദ് മനസ്സിലാക്കാൻ പറ്റും. നൂഹ് നബി അലൈഹിസ്സലാം നിലവിൽ വരുമ്പോൾ, അവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകനായി നിയോഗിക്കപ്പെടുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ആളുകളെന്നല്ല, ഇന്നത്തെ ഇറാഖിലുള്ള ആളുകൾ, അവിടെയുള്ള ആളുകൾ നൂഹ് നബി അലൈഹിസ്സലാം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ 5 മഹാന്മാരായ ആളുകളുണ്ടായിരുന്നു. മരിച്ചുപോയവരാണ്. വദ്, സുവാറ്, യൗസ്, യഊഖ്, നസ്ർ, അതാണ് അവരുടെ പേര്. ആ ഭാഷയും അതിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കറിയില്ല, കൃത്യമായിട്ട് എനിക്കറിയില്ല. ഈ 5 ആളുകൾ ഇത് അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിലെ മരിച്ചുപോയ നല്ലവരായ സ്വാലിഹുകളായ 5 ആളുകളുടെ പേരുകളാണ് അങ്ങനെ ദർശനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ രൂപത്തിലോ ഭാവത്തിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളോ പ്രതീകങ്ങളോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് ആ രൂപങ്ങൾക്ക് ആണ് ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് നൂഹ് അലൈഹിസ്സലാം പറയാൻ നിർബന്ധിതനായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഫിൽ വജൂദി ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തിൽ സത്യത്തിൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നിങ്ങൾ വദ്ദിനെ ആരാധിക്കുന്നു, സുവാറിനെ ആരാധിക്കുന്നു, യൗസിനെ ആരാധിക്കുന്നു, യഊഖിനെ ആരാധിക്കുന്നു, നസ്റിനെ ആരാധിക്കുന്നു. പക്ഷേ അവരാരും ആരാധനക്കർഹരായിട്ടുള്ളവരല്ല. ലാ ഇലാഹ, ഇലാഹയില്ല, ലാ മഅബൂദ, ഇബാദത്ത് ചെയ്യപ്പെടാൻ പറ്റിയ ഒരാളുമില്ല. ബിഹഖ്, സത്യമായി, സത്യത്തിൽ, ന്യായത്തോടുകൂടി, പ്രാമാണികമായി, ബുദ്ധിപരമായി, ഫിൽ വജൂദി, ഈ പ്രപഞ്ചത്തിൽ. വദ്ദും സുവാവും യഊഖും യഊഖൊക്കെ ഈ പ്രപഞ്ചത്തിലാണ്, ഭൂമിയിലാണ്, ഏതോ ഒരു കെട്ടിടത്തിനുള്ളിലാണ്. അതില്ല, അല്ലാഹു അല്ലാതെ. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. ഇത്ര പ്രശ്നമുണ്ട്. മരിച്ചുപോയ 5 നല്ലവരായ മനുഷ്യരുടെ പ്രതീകങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ആ പ്രതീകങ്ങൾക്ക് ഇബാദത്ത് ചെയ്തു. എന്താണ് ഇബാദത്ത് ചെയ്യുമ്പോഴുള്ള വിശ്വാസം? ഈ പ്രതീകങ്ങൾക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്താൽ, വദ്, സുവാറ്, യഊസ്, യഊഖ്, നസ്ർ എന്നീ പ്രതിമകളോ പ്രതിഷ്ഠകളോ ബിംബങ്ങളോ രൂപങ്ങളോ ഭാവങ്ങളോ അസറുകൾ അടയാളങ്ങളോ എന്താകട്ടെ, അവക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്താൽ ഫഇന്ന ഉലൈക്കൽ അകാബിറ, ഈ 5 വിഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണോ ആ 5 സ്വാലിഹുകളായ ആളുകൾ യകൂനൂന ലഹും യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഇവർക്കുള്ള ഷഫീഉകളാവും, ശുപാർശക്കാരാവും. അതാ വിശ്വാസം. അത്രേ വിശ്വാസമുള്ളൂ. വേറെ അതിൽ കവിഞ്ഞ വിശ്വാസമൊന്നുമില്ല. ഈ 5 ആളും അല്ലാഹു ആണ് എന്ന വിശ്വാസമൊന്നുമില്ല. പക്ഷേ അവർക്ക് അവർ ആരാധന അർപ്പിക്കുന്നത് കൊണ്ട് അവരെ പറ്റി അവർ ഇലാഹുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആരാധന അർപ്പിക്കപ്പെടുന്ന വ്യക്തിക്കാണ് ഇലാഹ് എന്ന് പറയാം. അവർ വദ്ദിനും സുവാവിനും യഊസിനും യഊഖിനും നസ്റിനും ആരാധന അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇലാഹെന്ന് പറഞ്ഞു. എന്നാൽ ചില സമയത്ത് അവർ ഇലാഹെന്ന് പറഞ്ഞില്ല. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത് നോക്കൂ.
വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ആ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്, ആ കാലത്തെ പറ്റിയാണ്, ആ കാര്യത്തെ പറ്റിയാണ്. വയഅ്ബുദൂന അവർ ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ, മാ ഒരു വസ്തുവിനെ, ഒരു വിഗ്രഹത്തെ, ഒരു പ്രതിമയെ, ഒരു പ്രതിഷ്ഠയെ, ലാ യദുർറുഹും വലാ യൻഫഉഹും അത് അവർക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. നിർജീവമായ ജമാദായ ഒരു വസ്തു, വൈകാരികതയില്ല, വിചാരമില്ല, വികാരമില്ല, ആശയങ്ങൾ സ്വരൂപിക്കാനോ മെനഞ്ഞെടുക്കാനോ കഴിയാത്ത കേവലം ശൂന്യത മാത്രം നിലനിൽക്കുന്ന ജീവനില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നു. വയഖൂലൂന അതിന് അവർ പറയുന്ന ന്യായം, അതിനവർ പറയുന്ന മറുപടി ഇവരാണ് അള്ളാഹു എന്നല്ല. വയഖൂലൂന അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അത് ശരിക്കും മനസ്സിലാക്കണം. ഹാഉലാഇ ഈ വിഭാഗക്കാർ, വദ്ദും സുവാഉം യഗൂസും യഊഖും നസ്റും ശുഫആഉനാ ഇൻദല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ വിശ്വാസത്തെയാണ് നൂഹ് അലൈഹിസ്സലാം 9.5 നൂറ്റാണ്ട് ദഅവത്ത് നടത്തിയത്. അതിനെതിരില്ല. അപ്പോൾ കണ്ടോ, ഇലാഹാണെന്ന് അവിടെ പറഞ്ഞില്ല, പറഞ്ഞ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ പറഞ്ഞത് ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. അപ്പോൾ അള്ളാഹു തആല എന്ന് പറയേണ്ടതല്ലേ? അത്രയേ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്നത്, ശുഫആ ആണെന്നുള്ള വിശ്വാസമുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ പറയുന്നത് എന്താണ്? ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ അബദ്ധമുള്ളൂ, ആദർശ വ്യതിയാനമാവുകയുള്ളൂ, ശിർക്ക് വരികയുള്ളൂ, തൗഹീദിന് വിരുദ്ധമാവുകയുള്ളൂ. ഇലാഹല്ല എന്ന വിശ്വാസത്തോടുകൂടി ഇബാദത്ത് ചെയ്താൽ കുഴപ്പമില്ല. എന്നാൽ അല്ലാഹു ഇവിടെ പറയുന്നതോ, അത് മനസ്സിലാക്കിയ അവർ, ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഈ പുരോഹിത വർഗത്തിൻ്റെ ജൽപ്പനങ്ങളെ അന്നത്തെ അപരിഷ്കൃതരായ നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത മനസ്സിലാക്കിയിട്ട് അവർ അള്ളാഹുവിൻ്റെ ഈ ആക്ഷേപത്തിൽ നിന്നും, നൂഹ് നബിയുടെ ശക്തമായ ഈ പ്രബോധനത്തിൽ നിന്നും, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഴുതന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയതാണ്, നമ്മൾ ഇവരെ ഇലാഹ് എന്ന് പറയണ്ട, അള്ളാഹു എന്ന് പറയണ്ട, ശുഫആ എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇന്നാണെങ്കിൽ രക്ഷപ്പെടും. നമ്മുടെ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടുന്നത്. ശുഫആക്കളാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാഹ്ണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഇലാഹാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, സ്വമതിയത്തുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങളുടെയും റബ്ബ് അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ശുഫആക്കളാണ് എന്നേ വിശ്വസിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത് തെറ്റാണ് എന്നർത്ഥം. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ നെടുന്തൂണായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ നിങ്ങളിത് കേട്ട് പഠിച്ച് മനസ്സിലാക്കുമെന്ന വിചാരത്തോടു കൂടിയാണ് പറയുന്നത്. കുറേ കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഈ കേൾക്കണത് പഠിക്കണില്ല, മനസ്സിലാക്കുന്നില്ല. എന്താ വ്യത്യാസം, എവിടെയാണ് വ്യതിരക്തത? അപ്പോൾ വ്യതിരക്തത മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ നെടുന്തൂണായ ശാഫിഈ മദ്ഹബിലെ തർജീഹിൻ്റെ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി പറയാണ്, അജ്മഅ കുല്ലുൽ അംബിയാഇ അലൈഹിമുസ് സ്വലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ, സകല പ്രവാചകന്മാരും ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി എന്താ പറയുന്നത്? അജ്മഅ കുല്ലുൽ അംബിയാഇ അലൈഹിമുസ് സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാരെല്ലാവരും ഇജ്മാ ഉണ്ട്. ഇജ്മാ എന്ന് നമ്മൾ കേട്ട പദമാണ്, ഐക്യബോധം. എല്ലാവരും ഒരഭിപ്രായത്തിൽ ഒത്തുചേർന്നിട്ടുണ്ട്. എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്, ഇജ്മാ ആണ്, ഐക്യകണ്ഠേന എന്ന് പറയും നമ്മൾ. അങ്ങനെയാണ്. എന്ത്? അലാ അന്ന ഇബാദത്ത ഗൈരില്ലാഹി തആല ശിർക്കുൻ, അല്ലെങ്കിൽ കുഫർ. അവിടെ കുഫർ എന്നാണ്.
അള്ളാഹു അല്ലാത്ത വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ഇബാദത്ത് ചെയ്യുന്നത് കുഫറാണ് എന്ന് പ്രവാചകന്മാരുടെ ഇജ്മാഉണ്ട്. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള സകല പ്രവാചകന്മാരും ഇടതടവില്ലാതെ വ്യത്യാസമില്ലാതെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അലാ അന്ന ഇബാദത്ത ഗൈരില്ലാഹി തആല കുഫറുൻ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യൽ കുഫറാണ്, സത്യനിഷേധമാണ് എന്ന് പ്രവാചകന്മാരുടെ ഇജ്മാഉണ്ട്. നമ്മൾ സാധാരണ പറയാറ് എന്താണെന്ന് അറിയാം, മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ തന്നെ നമുക്ക് തെളിവാണെന്നാണ്. നമ്മുടെ ഉമ്മത്തിൻ്റെ ഇജ്മാ, മുസ്ലിം സമുദായം എല്ലാവരും കൂടി ഒരു കാര്യത്തിൽ ഐക്യപ്പെട്ടാൽ അത് പ്രമാണമായിട്ട് അംഗീകരിക്കാമെന്ന് സ്വീകരിക്കുന്ന ആൾക്കാരാണ് നമ്മളും അവരും. നമ്മുടെ പ്രമാണങ്ങളിൽ മൂന്നാമത്തത് ഇജ്മാ ആണ്. അത് സ്വഹാബത്തിൻ്റെ ഇജ്മാ ആണോ ഉമ്മത്തിൻ്റെ ഇജ്മാ ആണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ പ്രവാചകന്മാരുടെ ഇജ്മാ എന്നാണ് പറഞ്ഞത്. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള എത്ര പ്രവാചകന്മാരുണ്ടോ അത്ര പ്രവാചകന്മാർ എല്ലാവരും ഒന്നിച്ചഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അലാ അന്ന ഇബാദത്ത ഗൈരില്ലാഹി തആല കുഫ്റുൻ, അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത്, അല്ലാഹു അല്ലാത്തവയ്ക്കുള്ള ഇബാദത്ത് കുഫ്റുൻ, അത് സത്യനിഷേധമാണ്. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സവാഉൻ ഇഅ്തഖദ ഫീ ദാലിക്കൽ ഗൈരി, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന ആ വ്യക്തിയെ, ആ ശക്തിയെ, ആ കേന്ദ്രത്തെപ്പറ്റി അവർ വിശ്വസിച്ചാലും ശരിയാണ്. എന്ത്? അന്നഹു ഇലാഹുൽ ആലം, ഈ വ്യക്തി, ഈ ശക്തി, ഈ മഹാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും. ശ്രദ്ധിക്കുക, അവിഅ്തഖദു ഫീഹി, അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അവർ വിശ്വസിച്ചു എന്നാലും സമമാണ്. എന്ത് വിശ്വസിച്ചു? അന്ന ഇബാദത്തുഹു തുഖർരിബുഹും ഇലല്ലാഹ്, ഈ വ്യക്തിക്കോ ഈ ശക്തിക്കോ ഈ വസ്തുവിനോ ഈ കേന്ദ്രത്തിനോ ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും എന്ന് വിശ്വസിച്ചാൽ അതും ശിർക്കാണ് എന്ന് പ്രവാചകന്മാരുടെ ഇജ്മാഉണ്ട്. ധാരാ പഠിപ്പിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതനെ പഠിപ്പിക്കുന്നത്. അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ ആവേണ്ടിയിരുന്നത്. ഇന്നതല്ല. ഇന്ന് സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. ഇവിടെ ഇബ്നു ഹജർ ഹൈതമി എന്താ പറഞ്ഞത്? അള്ളാഹുവിന് പുറമെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന ആരാകട്ടെ, അവർ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയെപ്പറ്റിയോ ശക്തിയെപ്പറ്റിയോ ഈ പ്രപഞ്ചത്തിൻ്റെ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും തെറ്റാണ്, കുഫ്റാണ്. അയാൾക്ക് ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിലേക്ക് അയാൾ ഞങ്ങളെ അടുപ്പിക്കും എന്ന് വിശ്വസിച്ചാലും ശിർക്കാണ്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അള്ളാഹുവിൻ്റെയും അവൻ്റെ ഒരു അടിമയുടെയും ഇടയിൽ ഒരു ശക്തിയെയോ വ്യക്തിയെയോ കേന്ദ്രത്തെയോ വസ്തുവിനെയോ നിയോഗിക്കാനോ നിരൂപിച്ചുണ്ടാക്കുവാനോ സൃഷ്ടിക്കുവാനോ പാടുള്ളതല്ല, അത് കുഫറാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നത് എന്താ? ഇപ്പം നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നത് നേരിട്ട് അള്ളാഹുവിനെ സമീപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതുമാണ് കുഫർ. കാരണം ലോകത്തെ ഒന്നാമത്തെ കുഫർ നടത്തിയത് ഇബ്ലീസാണ്. അവനാണത് പറഞ്ഞ ആൾ. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞത്രേ, ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ല, സുജൂദ് ഇബാദത്താണ്, ഇബാദത്ത് നിനക്ക് മാത്രം. ആ വാദക്കാരാണ് മുജാഹിദുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിലേക്ക് മധ്യവർത്തികളില്ലാതെ ഇടയാളന്മാരില്ലാതെ ഒരു കാര്യവും ശരിയാവില്ല എന്നാണ് പറയുന്നത്. അതിനവർ ഉദാഹരിക്കുന്നത് അള്ളാഹു പള്ളിവാസൽ പോലെയാണ്. ഇടുക്കിയിലെ കരണ്ടുൽപാദന വിദ്യുച്ഛക്തി കേന്ദ്രമായിട്ടുള്ള പള്ളിവാസലിൽ നിന്ന് നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ബൾബ് കൊണ്ടുവന്ന് അത് ഓൺ ചെയ്താൽ ഒരു സെക്കൻഡിൻ്റെ 16 സമയം കൊണ്ട് ആ ബൾബ് ഫീസായിട്ട് പോകും. അതേപോലെ ഫീസാകുന്ന പടച്ചവനോട് നേരിട്ട് പറഞ്ഞാൽ. പിന്നെ എന്ത് വേണം? വയറുകൾ വെക്കണം, എന്നിട്ട് ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കണം, ട്രാൻസ്ഫോമറുകളിൽ നിന്ന് പിന്നെയും വയറ് വലിക്കണം, എന്നിട്ട് സ്വിച്ച് വെക്കണം, എന്നിട്ട് ആ സ്വിച്ച് ബോർഡ് വെക്കണം. അതിലൂടെ നിയന്ത്രിച്ച് കരണ്ടിൻ്റെ ഡിഗ്രിയെ കുറച്ച് കൊണ്ടുവന്ന് ബൾബിലേക്ക് എത്തുമ്പോൾ ഏതാനും വോൾട്ട് മാത്രമാക്കിയിട്ട് സ്വിച്ച് ഇട്ടാൽ മാത്രമേ ബൾബ് അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്വിച്ച് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാഷയിൽ പറയുകയാണ് ബൾബ് കത്തിപ്പോകും. അതുപോലെയാണ് പടച്ചവനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ.
പടച്ചവന് നേരിട്ട് ഇബാദത്ത് ചെയ്താൽ. ഇതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഈ വിശ്വാസം കാരണമാണ് നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ ആളുകൾ വദ്ദിനെയും സുവാറിനെയും യഹൂദിനെയും യഹൂക്കിനെയും നസറിനെയും സ്ഥാപിച്ചത്. മുഹമ്മദ് നബിയുടെ കാലത്ത് ലാത്തയും ഉസ്സയും മനാത്തും ഹുബിലും അങ്ങനെയുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ മൊഹീദ്ദീൻ ഷേഖും റിഫാൻ ഷേഖും മമ്പർത്തങ്ങളും പുത്തമ്പള്ളി മൂപ്പരും മൊനമ്പത്ത് ബീവിയും അതേപോലെ തന്നെ മടവൂരൗലിയും നടുറോട്ടലൗലിയും അതിൽപ്പെട്ടതാണ്. ഈ മധ്യവർത്തികളാണ്. ആ കാലഘട്ടത്തിൽ വദ്ദും സുബാവും യഹൂത്തും യഹൂക്കും നസൂറുമായിരുന്നെങ്കിൽ, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ലാത്തയും ഉസ്സയും മനാത്തും ഹുബിലും ഒക്കെ ആയിരുന്നെങ്കിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾ ആണ്. ഇതിനൊരു അറ്റമില്ല. ഇതിനൊരു ആ കാലഘട്ടത്തിൽ പരിമിതിയുണ്ട്. മക്കായിലെ ബഹുദൈവാരാധകരായ ആളുകളുടെ വിഗ്രഹങ്ങൾ പരിശോധിച്ചാൽ 360 അപ്പുറം പോകില്ല. കാരണം ഒരു കൊല്ലത്തിൽ 355 ദിവസമാണ് അറബി മാസപ്രകാരം ഉണ്ടാകുക. ആ 355ഓളം വിഗ്രഹങ്ങളാണ് കഅബയിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഓരോ തീയതിയിലും ഓരോ ആരാധിക്കാൻ. പക്ഷേ ഇന്ന് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിലും അവരുടെ വിശ്വാസത്തിലും 365 3650 അല്ല, അതിനേക്കാൾ ഏറെയാണ്. എവിടെയെല്ലാം കല്ല് കുത്തിയിട്ടുണ്ടോ, എവിടെയെല്ലാം കൊടി നാട്ടിയിട്ടുണ്ടോ, അതെല്ലാം അള്ളാഹുവിനെ കടുപ്പിക്കുവാൻ വേണ്ടിയുള്ള മധ്യവർത്തികളാണ്. അതാണ് ആദർശ പാപ്പരത്വം എന്ന് പറയുന്നത്. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിനേക്കാൾ തെളിഞ്ഞ ഒരു ശിർക്കില്ല. ഇത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ നടത്തിയിരുന്ന ശിർക്കാണ്. അവർ പറഞ്ഞു നോക്കിയ ന്യായമാണ്. അള്ളാഹു പറഞ്ഞില്ല, എന്നാൽ നൂഹേ ഇനി അവരെ ഒഴിവാക്കിക്കളാം. അവർ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നുള്ളൂ. വദ്ദിനെയും സുബാഹിനെയും യഹൂദിനെയും യഹൂക്കിനെയും നസറിനെയും പറ്റി അള്ളാഹ് വിശ്വസിക്കുന്നില്ലല്ലോ. ഇലാഹാണെന്ന് പറയുന്നില്ലല്ലോ. ഇലാഹെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം ശുഫാ എന്നല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞോ? ഇല്ല. അലാ സൂറത്ത് സുമറിലെ 2-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് തന്നെയാണ് അലാ, ഇവിടെ ശ്രദ്ധിക്കുക. ആര്? എല്ലാവരും. എല്ലാവരും എന്ന് പറഞ്ഞാൽ അസർ നിസ്കരിച്ച് ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാരും ഇവിടെ ശ്രദ്ധിക്കണം. അതിന് അലയുടെ അർത്ഥം ശ്രദ്ധിക്കുക, ഉറങ്ങരുത്. ഉറങ്ങിക്കേട്ട പകുതി ഉണ്ടാവുള്ളൂ. അപ്പോൾ പകുതി ആദർശം ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കാൻ മനസ്സിനൊരു ഉണർവുണ്ടായാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. അലാ, അല്ലാഹ് പറയാ ശ്രദ്ധിക്കുക. ലില്ലാഹി ദീനുൽ ഖാലിസു, നിഷ്കളങ്കമായ ദീൻ, സമർപ്പണം. അവിടുത്തെ സമർപ്പണത്തിൻ്റെ അർത്ഥം ദുആ ആണ്, പ്രാർത്ഥനയാണ്. നിഷ്കളങ്കമായ പ്രാർത്ഥന, ഖാലിസായ പ്രാർത്ഥന, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉത്കടമായി പുറത്തേക്ക് വമിക്കുന്ന, കണ്ടമിടറിക്കൊണ്ടുള്ള, കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടുള്ള, പ്രത്യാഘാതങ്ങൾ ചിന്തിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ആ ദൈന്യതയാർന്ന വിളി, ആ പ്രാർത്ഥന അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. മുസ്ലിയാക്കന്മാർ പറയാ, ജാർ മജ്റൂർ ഖബർ മുഖദ്ദം വന്നാൽ മഅനയിൽ ഹസുറിൻ്റെ അർത്ഥം കിട്ടും, മാത്രം എന്നർത്ഥം കിട്ടും. അലാ, അറിയുക, ലില്ലാഹി, അള്ളാഹുവിന് മാത്രമാണ്. അവർ പഠിപ്പിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ പറയും. അവരാണ് എന്നെ ആദ്യം പഠിപ്പിച്ചത്. എന്നെ അവരാണ് ആദ്യം പഠിപ്പിച്ചത്. അവർ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ് ജാർ മജ്റൂർ ഖബർ മുഖദ്ദമായാൽ, മുബ്തദ ബിന്ദി വരികയും ഖബർ ആദ്യം വരികയും ചെയ്താൽ ഹസുർ മാത്രം എന്നർത്ഥം കിട്ടും. അപ്പോൾ ലില്ലാഹി, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ പ്രാർത്ഥന. വല്ലദീന തഖുദു മിൻ ദൂനിഹി, എന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ. എന്തിനാ നമ്മൾ ഔലിയായിന് അവിടെ അർത്ഥം പറയുന്നത്? പണ്ട് നമ്മളോട് ആരോ പറഞ്ഞിട്ടുണ്ട്, മുജാഹിദ് അല്ലാത്ത ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഔലിയായി നിങ്ങൾ അർത്ഥം പറയണ്ട, ഔലിയാക്കൾ തന്നെ അത് പറഞ്ഞാൽ മതി. അത് സഹായികൾ എന്ന് പറയുമ്പോഴാണ് ഇവർ വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നത്. ഇത് പറഞ്ഞതാരുമല്ല, ടി.കെ. ഹംസയാണ്. അയാളാണ് മുജാഹിദുകളെ മതം പഠിപ്പിച്ചത്. എന്താ പറഞ്ഞത്? അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിക്കാൻ നിങ്ങൾ ഔലിയാക്കൽ എന്ന് പറഞ്ഞാൽ മതി. അതെല്ലാവർക്കും ഇവിടെ അറിയാമല്ലോ. അതുകൊണ്ട് വല്ലദീന തഖുദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ. എന്തിന്? അദ്ദീനു ഖാലിസ്, നിഷ്കളങ്കമായ പ്രാർത്ഥന നടത്താൻ, നിർവഹിക്കാൻ, സമർപ്പിക്കാൻ, റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റ് ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ. എന്താ അവർ പറയുന്നത്?
മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഈ ഔലിയാക്കളെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, ഈ ഔലിയാക്കൾക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, അഥവാ അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നേർച്ചയും വഴിപാടുകളും അർപ്പിക്കുന്നത്, അവരിൽ ഞങ്ങൾ കാര്യങ്ങൾ തവക്കുൽ ചെയ്യുന്നത്, അവരുടെ പേരുകൾ ഞങ്ങൾ അത്യുച്ചത്തിൽ പിന്നെ ഘോഷിക്കുന്നത്, അവരിൽ ഞങ്ങൾ പ്രതീക്ഷകൾ അർപ്പിക്കുന്നത്, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. എത്ര നല്ല മനുഷ്യരല്ലേ, നിഷ്കളങ്കരായ ആൾക്കാർ. നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ പറയുന്ന അതേ വാക്ക്, ഞങ്ങളിവർ അള്ളാഹുവിലേക്ക് ഞങ്ങളൊന്ന് അടുപ്പിക്കാൻ, ഞങ്ങളൊക്കെ പാപികൾ, ദോഷികൾ. ഇത് വ്യക്തമായിട്ട് മഹാന്മാർ അതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനീ പറയുന്ന അതേ വാക്ക് പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ സാധാരണക്കാരും പാപികളുമായ ആളുകളാണ്. നമ്മളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ നമ്മളെക്കാൾ ഭക്തരും ആരാധനയിൽ നിഷ്ഠയുമുണ്ടായിരുന്ന ഔലിയാക്കളായ ഇന്ന മഹാന്മാരെ വിളിച്ചു തേടി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരല്ലാഹിനോട് ഇടപെട്ട് വാങ്ങിത്തന്നെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റിത്തരുകയുള്ളൂ എന്ന വിശ്വാസം ബഹുദൈവ ആരാധകരുടേതാണ് എന്ന് സൂറത്ത് സുബറിലൂടെ അള്ളാഹു തആല വളരെ വ്യക്തമായിട്ട് പറയും. നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് എന്താണ്? ഈ അള്ളാഹു അല്ലാത്തവർ മുഴുവൻ ആളുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്, തേടുന്നതിന് അവർ പറയുന്ന ഉത്തരം എന്താണ്, കാരണം എന്താണ് പറയുന്നത്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നില്ല, ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, സമദിയത്ത് സ്ഥാപിച്ചു കൊടുക്കുന്നില്ല. അതാണ് പോരാ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ മധ്യവർത്തികൾ നിശ്ചയിച്ചിട്ടുള്ളത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ 2004 ഇന്ന് വരെയുള്ള ബഹുദൈവ ആരാധകരാണ്. മുഅ്മിനുകളല്ല, മുശ്രിക്കുകളാണ്. അഥവാ അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ചെയ്തു പോയാൽ ആ ചെയ്യുന്നതോടുകൂടി അയാൾ ഈമാനിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും. നേരത്തെ ഞാൻ പറഞ്ഞ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒമിന്ദാലിക്ക, അതിൽപ്പെട്ടതാണ്. ഏതിൽ? ഒരു മുസ്ലിമായ മനുഷ്യൻ മുസ്ലിം അല്ലാതാകുന്ന കാര്യങ്ങൾ, മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനല്ലാതായിത്തീരുന്ന കാര്യങ്ങൾ 10-80 കാര്യങ്ങൾ എണ്ണിപ്പോരുന്നുണ്ട് ആ പണ്ഡിതൻ. ആ കൂട്ടത്തിൽ പറയാണ് ഒമിൻഹ, അതിൽപ്പെട്ടതാണ് മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമല്ലാതെ കാഫിറാകുന്ന, മുഅ്മിനായ മനുഷ്യൻ മുഅ്മിനല്ലാതെ മുശ്രിക്കാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ജഅലു ബൈനഹു വബൈനല്ലാഹി തആല വസായിത. ആ മനുഷ്യൻ ഒരു അടിമ അവൻ്റെയും അവൻ്റെ രക്ഷിതാവായ റബ്ബിൻ്റെയും ഇടയിൽ മധ്യവർത്തികളെ നിശ്ചയിക്കുക എന്നത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, നമ്മുടെ സാങ്കേതിക ഭാഷയിൽ മുർത്തദ്ദായി പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ കാവൽ ഭടനായ ഇബ്നു ഹജർ ഹൈതമി പറയാണ്. എന്നിട്ട് അതാണിപ്പോൾ നമ്മുടെ ആളുകൾ ന്യായമായിട്ട് ഇവിടെ പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? അള്ളാഹുവിൻ്റെയും ഒരു അടിമയുടെയും ഇടയിൽ ഒരു മധ്യവർത്തികളെ വെക്കുക, എന്നിട്ട് യദ്ഉഹും, ആ മധ്യവർത്തികളോട് ഇവൻ പ്രാർത്ഥിക്കുക, വയസ്അലുഹും, ആ മധ്യവർത്തികളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, അതേപോലെ തന്നെ വയതവക്കലു അലൈഹിം, ആ മധ്യവർത്തികളിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ തവക്കുൽ ചെയ്യുക. അപ്രകാരം ഒരാൾ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, വഖാലു ഇജ്മാ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഇജ്മാ ആണിത്. അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിൻ്റെ ഇമാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 ഖലീഫമാരുടെ അഭിപ്രായം അതാണ്. അന്നു മുതൽ ഇന്നു വരെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉഖറവിയായ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെയും ഒരു അടിമയുടെയും ഇടയിൽ ഒരു മധ്യവർത്തിയെ നിശ്ചയിച്ച് ആ മധ്യവർത്തിയോട് ഈ അടിമയുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പറയുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, മുർത്തദ്ദാകുന്ന, കാഫിറാകുന്ന, മുശ്രിക്കാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന്. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അവിടെയാണ് നമ്മുടെ വ്യതിരക്തത. അതിൽ നിന്നാണ് നമ്മൾ അള്ളാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു വലിയ അനുഗ്രഹമാണ്.
ഈ പ്രപഞ്ചം ഒന്നിച്ച് നമുക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹമാണ് ഈ ആശയം വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധ്യമായി എന്നത്. മറ്റൊക്കെ ശുഭത്തുണ്ടാക്കാൻ, സംശയങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവർ നടത്തുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇബാദത്താണോ? ഇസ്ലാമിൽ ഇബാദത്ത് എന്ന് കൃത്യമായിട്ട് നിർവചിക്കാവുന്ന ഒരൊറ്റ കാര്യം പ്രാർത്ഥനയാണ്. നമസ്കാരം സ്വതന്ത്രമായി പ്രാർത്ഥന ഇബാദത്തല്ല. നോമ്പ് സ്വതന്ത്രമായ ഇബാദത്തല്ല. ഹജ്ജ് സ്വതന്ത്രമായ ഇബാദത്തല്ല. ഒരു കർമ്മവും സ്വതന്ത്രമായ ഇബാദത്തല്ല. എന്നാൽ പ്രാർത്ഥന അത് ആരാധന തന്നെയാണ്, ഇബാദത്ത് തന്നെയാണ്. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ അൽ മവാഹിബുൽ ജലിയയിൽ പ്രാർത്ഥന എന്നൊരു ഭാഗമുണ്ട്. 1-ാം ഭാഗത്ത്, അദ്ദേഹത്തിന് 1-ാം വാല്യത്തിൽ അതിൽ പറയുന്നുണ്ട്, പ്രാർത്ഥന ഇബാദത്ത ഹബീബേ എന്ന് നുർമാനവർ പറയുന്നു നബിയിൽ നിന്ന്. അതുമാത്രമല്ല ഇബാദത്തിനതു മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. പ്രാർത്ഥന ഇബാദത്ത ഹബീബേ, ഹബീബ് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ, സുഹൃത്തേ എന്ന് നുഅ്മാൻ പറയുന്നു നബിയിൽ നിന്ന്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അപ്രകാരം പ്രഖ്യാപിച്ചതായി അവിടുത്തെ സ്വഹാബിയായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതുമാത്രമല്ല ഇബാദത്തിനതു മജ്ജയ, ഇബാദത്ത് പ്രാർത്ഥന ഇബാദത്താണെന്ന് മാത്രമല്ല, ഓരോ ആരാധനകളുടെയും ഓരോ കർമ്മങ്ങളുടെയും ആത്മാവ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമസ്കാരത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയാണ്, നോമ്പിൻ്റെ ആത്മാവ് പ്രാർത്ഥനയാണ്, ഹജ്ജിൻ്റെ ആത്മാവ് പ്രാർത്ഥനയാണ്. എല്ലാ കർമ്മങ്ങളെയും ആരാധനയായി പരിഗണിക്കുന്നതും അത് പ്രതിഫലാർഹമാക്കുന്നതും അതിൻ്റെ തൗഹീദും ശിർക്കും നിർണ്ണയിക്കുന്നതും പിന്നെ വ്യത്യസ്തമാക്കി കൊടുക്കുന്നതും അതിലടങ്ങിയ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. കാരണം പ്രാർത്ഥനയാണ് മർമ്മം, പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ഇബാദത്ത്, ആരാധന. അതവിടെ നിർവഹിക്കുന്നത്. അല്ലാതെ എന്താ മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥന ചെയ്യുന്നത്? പ്രാർത്ഥിക്കല്ലേ, വിളിക്കല്ലേ. സാധാരണ വിളിയല്ല, നമുക്കറിയാം. സാധാരണ വിളിയല്ല. സാധാരണ വിളിയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു മതിൽ കെട്ടണം. നമ്മൾ ആരെയാണ് വിളിക്കുക? തൊട്ടടുത്ത് മൊഹീദ്ദീൻ എന്ന് പേരുള്ള ഒരാളുണ്ട്, ചുമരുണ്ടാക്കുന്ന, കല്ലുകൊണ്ട് പടവുണ്ടാക്കുന്ന ആളാണ്. നമ്മൾ അയാളെ വിളിക്കും. ആ മതിലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ആരും മൊഹീദ്ദീൻ ഷെഖിനെ വിളിക്കൂല. കാരണം സാധാരണ വിളിയല്ല. മൊയ്ലിയന്മാർ അങ്ങനെയാണ് പൊട്ടിസാക്കുന്നത് പൊതുജനങ്ങളെ. ഈ വിളിയാണെങ്കിൽ എന്തിനാ ബഗ്ദാദ് കിടക്കുന്ന മൊഹീദ്ദീൻ ഷെഖിനെ വിളിക്കുന്നത്? രണ്ട് വിളിയാണ്. പണ്ട് ഇവിടെ മഞ്ചേരിയിൽ ഒരു മൊഹീദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഒരു മല്ലാക്ക. പള്ളി ഒക്കെ അടിച്ചു ഒരു വൃത്തിയാക്കിയിരുന്ന പള്ളിയുടെ മുക്കറി. അയാൾ പിന്നെ മുജാഹിദായി. അയാൾ മരിച്ചപ്പോഴാണ് പണ്ട് നമ്മുടെ പ്രമാദമായിട്ടുള്ള കേസുണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ കിണറ്റി ചാടിയെന്നുണ്ട്, കിണറ്റിലേക്ക് വീണു. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ചാടിയതെല്ലാം വീണതാണ്. ചാടാറിന് മുത്താഹദ്യാണ്, വീഴാന്ന് പറഞ്ഞാൽ ലാസിമാണ്. അപ്പോൾ വീണതാണ്. വീണപ്പം ഉമ്മ പുറത്തു നിന്നിട്ട്, ഉമ്മ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളാണ്. മൊയ്തീൻ മൊല്ലാക്ക അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. അതുകൊണ്ട് മൊയ്തീൻ മൊല്ലാക്ക കിണറ്റിൽ വീണപ്പോൾ ഉമ്മ പറയാണ് മൊഹീദ്ദീൻ ഷെയ്ഖേ. അപ്പോൾ മകൻ കിണറ്റിൽ കിടന്നിട്ട് പറയാണ്, ഉമ്മ അത് മൊഹീദ്ദീൻ ഷെയ്ഖല്ല, അത് മകൻ മൊഹീദ്ദീനാണ്. അപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നതും മൊയ്തീനെ വിളിക്കുന്ന വ്യത്യാസമുണ്ട്. ആ വിളിയാണ് പ്രാർത്ഥന. അതെല്ലാവർക്കും അറിയാം. അത് കബളിപ്പിക്കാൻ വേണ്ടി മാത്രം പറയാണ്. അല്ലെങ്കിൽ എന്തിനാ അവിടെ കിടക്കുന്ന അവരെ വിളിക്കുന്നത്? അവരെ വിളിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയും ഉദ്ദേശത്തോടു കൂടെയുമാണ്. ആ വിളി തന്നെ പ്രാർത്ഥന, അത് തന്നെ പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന തന്നെയാണ് ആരാധന. അപ്പോൾ അവർക്കെല്ലാം അർപ്പിക്കുന്നത് ആരാധന തന്നെയാണ്. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷൗക്കാനി പറയാണ്, മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അവസ്ഥയെപ്പറ്റി, യദ്ഊനഹും താറത്തൻ മഅല്ലാഹി, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ വിളിക്കും. അള്ളാഹിനും വിളിക്കും, ഷെയ്ഖിനും വിളിക്കും. നിങ്ങൾ ചില ദിക്ർ കേട്ടിട്ടുണ്ടാകും. അല്ലാഹ് ഷെയ്ഖേ, അല്ലാഹ് ഷെയ്ഖേ 115 പ്രാവശ്യം, 125 പ്രാവശ്യം, 101 പ്രാവശ്യം അങ്ങനെ പറയണം. അള്ളാരാ? അതല്ല. ഷെയ്ഖാരാ? ഒരു ഉദ്ദേശം ഏതോ ഷെയ്ഖ്.
പണ്ട് കാലത്ത് പ്രധാനപ്പെട്ട ഷെയ്ഖാര മൊഹീദ്ദീൻ ഷെയ്ഖാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ആദ്യം അള്ളാഹ്, പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ്, അങ്ങനെയാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കുട്ടികൾ തൊട്ടിൽ കടത്തുമ്പോൾ ഇങ്ങനെ കളിക്കുന്നത് അള്ളപ്പാപ്പ പടച്ചോനെ എന്നാണ് കളിക്കുന്നത്. ആരാണ് ഈ അള്ളപ്പാപ്പ പടച്ചോനെ? അള്ളാനപ്പാപ്പ എന്ന് വിളിക്കണോ വയസ്സ് കൂടുതലായിട്ട്? അല്ല, ഉപ്പാപ്പ പറഞ്ഞാൽ തങ്ങളുപ്പാപ്പയാണ്, അല്ലെങ്കിൽ ബദരീകളുപ്പാപ്പയാണ്. ആ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന സമ്പ്രദായം ഉണ്ട് ഇമാം ഷൗക്കാനി. വത്താറത്തൻ ഇസ്തിഖ്ലാലൻ, ചിലപ്പോൾ സ്വതന്ത്രമായി വിളിക്കും, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ വിളിക്കാം. ഇപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖിന് അല്പം ആശ്വാസമായി. മടവൂരാവിലെ വന്നതോടുകൂടി അദ്ദേഹത്തിനൊന്ന് സ്വസ്ഥമായിട്ട് കിടക്കാനായി. മറ്റേ നാനാഭാഗത്തു നിന്നുള്ള വ്യത്യസ്തമായ ഭാഷയിലുള്ള വിളിയെങ്ങാൻ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം, ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. എന്നിട്ട് എന്താ കിട്ടുക? ഒന്നും കിട്ടാല്ല. കോഴിനെ നേർച്ചയാക്കും പണ്ടത്തെ ആളുകൾ. എന്നിട്ട് എന്താ പരിപാടി? എന്താ? അറക്കുക, മാംസമൊക്കെ പിന്നെ വേവിച്ചെടുക്കുക, എന്നിട്ട് അവരും മുസ്ലിംമാരും കൂടി മനോഹരമായിട്ട് ഉഷാറായിട്ട് തിന്നുക, ഏമ്പൊക്കെ ഇടുക. മൊഹീദ്ദീൻ ഷെയ്ഖിന് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെന്താണ്? അദ്ദേഹത്തിൻ്റെ സ്വൈരം കെടുത്താന്നല്ല, എന്താ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സ്വൈരക്കേടല്ലേ? അപ്പം ചോദിക്കാണ്, അപ്പം അള്ളാഹ്ക്ക് സ്വൈരക്കേടുണ്ടാവില്ലേ? അപ്പം നമ്മൾ ചോദിക്കാണ്, അപ്പം നിങ്ങൾ അള്ളാഹിനും മൊഹീദ്ദീൻ ഷെയ്ഖിനും ഒരുപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്? അത് ചോദിക്കണം. അവിടെ അത് അങ്ങനെ ചോദിക്കണം. അപ്പം മൊഹീദ്ദീൻ ഷെയ്ഖിന് അള്ളാഹിനെ കണ്ടോ? അതല്ലേ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ അള്ളാഹിനെ പറ്റി ഒരേപോലെ ആക്കണം. അള്ളാഹ് വേറെയാണ്. അള്ളാഹുവിനെ പറ്റി റസൂലുള്ള പറഞ്ഞു, റസൂലുള്ളാഹിനെ പറ്റി റസൂലുള്ള പറഞ്ഞില്ല. നൂഹ് നബിയെ പറ്റി റസൂലുള്ള പറഞ്ഞില്ല. ജിബ്രീലിനെ പറ്റി റസൂലുള്ള പറഞ്ഞില്ല. നിങ്ങളിലെ ഒന്നാമത്തെ ആളും അവസാനത്തെ ആളും എന്ന് പറഞ്ഞാൽ എത്ര കോടി മനുഷ്യരുണ്ടോ ആ മുഴുവൻ മനുഷ്യരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി, മനുഷ്യർ പോലെയുള്ള അതിവിസ്തൃതമായ ഒരു വിശാലമായ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒറ്റ സമയത്ത് വ്യത്യസ്തമായ ഭാഷയിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റബ്ബിനോട് പറഞ്ഞാൽ ആ ശതകോടികളിൽ നിന്ന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ഓരോരുത്തരും എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. അത് അള്ളാഹുവിൻ്റെ മാത്രം വിശേഷമാണ്. അത് മൊഹീദ്ദീൻ ഷെയ്ഖിനെ അറിയുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഈ വിളിക്കണേ. സമസ്തയുടെ ഒരു പുസ്തകത്തിൽ ഒരു സോവനിയറിൽ ഞാൻ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്താ ചോദ്യോത്തരാണ് ഒരു ചോദ്യം. മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വ്യത്യസ്തമായ ഭാഷകളിലാണല്ലോ ആളുകൾ വിളിക്കുന്നത്. മൊഹീദ്ദീൻ ഷെയ്ഖ് ബഗ്ദാദുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അറബി അല്ലാത്ത ഭാഷ അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെയുള്ള ആളുകൾ തമിഴിലും മലയാളത്തിലും ഉറുദുവിലും മറ്റ് സംസ്കൃതത്തിലും മറ്റ് ഭാഷകളിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ മൊഹീദ്ദീൻ ഷെയ്ഖ് എങ്ങനെ കേൾക്കും? വഹാബികളുടെയും ജമാഅത്തുകാരുടെയും ഈ ഉജ്ജ്വലമായ ചോദ്യത്തിന് എന്തു മറുപടി പറയും? മറുപടി അമ്മ വാഴ്ന്നു. ഞാൻ പറഞ്ഞുതരാം മറുപടി. എവിടെ നിന്ന് ആര് ഏത് ഭാഷയിൽ എപ്പോൾ വിളിച്ചാലും അതിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നുണ്ടാവുമല്ലോ. അത് മൊഹീദ്ദീൻ ഷെയ്ഖിന് അറിയില്ലേ? അറിയും. അപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹിനോട് ചോദിക്കും, പഠിച്ചവനെ ആരാണ് വിളിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹ് പറയും ഇന്നയാളാണ് വിളിച്ചത്. അപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്താണ് അവൻ ചോദിച്ചത്? അപ്പോൾ അള്ളാഹ് പറയുന്ന ഇന്നതാണ് ചോദിച്ചത്. അപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് പറയും നീ അതാണ് കൊടുക്കുക എന്ന് പറയും. അങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. എന്തൊക്കെ ഇടങ്ങറാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഓൻ്റെ ഒക്കെ കാണാൻ പഠിച്ചത്. ഞങ്ങൾ പണ്ട് പയ്യോളിക്ക് സേട്ടു സാഹിബിൻ്റെ പ്രഭാഷണത്തിന് പോയി. സമയമല്ലേ. അപ്പോൾ സേട്ടു സാഹിബിൻ്റെ പ്രസംഗത്തിന് പോയിട്ട് പോരുമ്പോൾ ആൾക്കാരിങ്ങനെ ഇംഗ്ലീഷിലാണല്ലോ പ്രഭാഷണമൊക്കെ തിരക്കല്ല, ഒക്കെ ഇംഗ്ലീഷാണ്. ആകെ ഇന്ദിരാഗാന്ധി എന്ന് മാത്രമുണ്ട് മലയാളത്തിൽ പറയണത്. അതേപോലെ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്നത് മാത്രം മൊഹീദ്ദീൻ ഷെയ്ഖിന് കേൾക്കും, അത് മനസ്സിലാവും. അപ്പോൾ അള്ളാഹുവിനോട് അദ്ദേഹം ആവശ്യപ്പെടും, ചോദിക്കും. പിന്നെ അങ്ങനെ അള്ളാഹു താലാനോട് അത് നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. ഈ വിധത്തിൽ അള്ളാഹുവിനോട് കൂട്ടിച്ചേർത്തിട്ടും അള്ളാഹുവിനോട് സ്വതന്ത്രമായിട്ടും അവർ പ്രാർത്ഥിക്കുന്നു. സാക്ഷാൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്ന അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ ഈ മഹാന്മാരായ ആളുകളെ, മഹത്തുക്കളെ, മരണപ്പെട്ടു പോയ ആളുകളെ അവർ ബഹുമാനിക്കുന്നു. വയസുറഹൂന ബി അസ്മാഇഹിം, അവരുടെ പേരുകൾ അത്യുച്ചത്തിൽ പറയുന്നു. അതേപോലെ തന്നെ വയഖുദൂന ലഹും ഖുദൂഅൻ സായിദൻ അലാ ഖുദൂഇഹിം,
ഇൻദ വുഖൂഫിഹിം ബൈന യദൈ റബ്ബിഹിം അസ്സ വജല്ല. പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഭക്തി ഈ മഹാന്മാരായ ആളുകളുടെ മഖ്ബറയുടെ ദർഗയുടെ അരികിൽ ചെല്ലുമ്പോൾ ഈ ആളുകൾ പ്രകടിപ്പിക്കുന്നു എന്ന് ഇമാം ശൗക്കാനി പറയുന്നിട്ട് അദ്ദേഹം പറയാണ്, വഹാദാ, ഈ പറഞ്ഞ കാര്യം ഇദാലം യകുൻ ശിർക്കൻ, ഇത് ശിർക്കല്ലെങ്കിൽ ഫലാ നദ്രി മാ ഹിയ ശിർക്കു മാ ഹുവ ശിർക്കു, എന്നാൽ പിന്നെ ശിർക്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതാണ് ശിർക്ക്. ഞങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാർക്ക്, ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർക്ക് അറിയില്ല. വഹാദാ ഇദാ ലം യകുൻ കുഫ്റൻ, ഇത് കുഫർ അല്ല എങ്കിൽ ഫലൈസ ഫിദ്ദുനിയ കുഫ്റുൻ, പിന്നെ ലോകത്തൊരു കുഫറില്ല. നൂഹ് നബിൻ്റെ കാലത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നടന്ന കുഫറും ശിർക്കും ഇപ്പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു എന്ന് അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിലേക്ക് മധ്യവർത്തികളും ഇടയാളന്മാരുമില്ലാതെ അടുക്കുവാൻ സാധ്യമല്ല എന്ന കറകളഞ്ഞ ശിർക്കിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ പശ്ചാത്തലം പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഇനിയും അതുമായിട്ട് ബന്ധപ്പെട്ട് പലതും നമുക്ക് പറയുവാനുണ്ട്. ആളുകളുടെ ഹൃദയം മുഴുവൻ അങ്ങനെ ചില ശക്തികളിൽ ഉടക്കി നിൽക്കുകയാണ്. അവിടെ നാവിൻ തുമ്പിൽ വരുന്നത്, അവരുടെ ഹൃദയ മുഖരിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത് ഇതുപോലെയുള്ള മഹാന്മാരായ ആളുകളാണ്. അവരുടെ നേർച്ചകളും വഴിപാടുകളും ആരാധനകളും പ്രാർത്ഥനകളും അർച്ചകളുകളും എല്ലാം അവർക്കുള്ളതാണ്. ഒരു കാലത്ത് നേർച്ച ആർക്കാണ് നടത്തിയിരുന്നത്? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി മാത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സെയ്ദ് മൗലവി പഴയ കാലത്ത് രണ്ടത്താണിയിൽ അള്ളാഹുവിൻ്റെ പേരിലുള്ള നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് നേർച്ചപ്പെട്ടി വെച്ചു. എന്താ കാരണം എന്നറിയോ? അപ്പുറത്ത് ഓമാനൂർ ശോതാക്കൾ നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. നേർച്ചപ്പെട്ടി, ഓമാനൂർ ശോതാക്കൾ നേർച്ചപ്പെട്ടി എല്ലാ വ്യാഴാഴ്ചയും കൊട്ടിയെടുക്കുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടാവും. ഇടയ്ക്ക് കള്ളന്മാർ കൊട്ടിക്കൊണ്ടുപോകും, എന്നാലും പെട്ടി നിറയും. അപ്പോൾ നേർച്ച ഒരു ഇബാദത്താണ് എന്ന് പറയാത്ത ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിൻ്റെ കിതാബുമില്ല. അന്നദുർ ഇബാദത്ത്, നേർച്ച ഇബാദത്താണെന്ന് പറയാത്ത ഒരൊറ്റ കിതാബ് അറബി ഭാഷയിലില്ല, എഴുതപ്പെട്ടതിലില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പേരിലൊരു നേർച്ചപ്പെട്ടി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സെയ്ദ് മൗലവി ഒരു നേർച്ചപ്പെട്ടി വെച്ചത്രേ. 15 ദിവസം കഴിഞ്ഞ് ചെന്ന് കൊത്തി നോക്കുമ്പോൾ 10 പൈസ കൊണ്ടിട്ടില്ല, ഒരൊറ്റ ആളിട്ടിട്ടില്ല. അപ്പോൾ എവിടേക്ക് ആരാധന പോകുന്നത്? എവിടേക്കാണ് ഇബാദത്ത് പോകുന്നത്? ഇബാദത്തിൻ്റെ മജ്ജയായ, ഇബാദത്തിൻ്റെ ആത്മാവായ നേർച്ചകളും വഴിപാടുകളും അള്ളാഹു അല്ലാത്തവരിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പാതയിലേക്ക് മോചിപ്പിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചത്. അതാണ് അവർ ഇസ്ലാഹ് നടത്തിയത്. അതാണ് നമ്മുടെ പ്രമേയം തന്നെ, ഇസ്ലാഹ്. അവിടെയാണ് ഇസ്ലാഹ് നടത്തിയത്, വിശ്വാസത്തിലാണ്. മനുഷ്യ മനസ്സുകളിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള, കടന്നുകൂടിയിട്ടുള്ള കുഫറും ശിർക്കും എന്ന ദറനിനെ, ആ അഴുക്കിനെ വൃത്തിയാക്കി ഈമാനിനെ ശുദ്ധീകരിച്ചെടുക്കുന്ന, സംസ്കരിച്ചെടുക്കുന്ന ആ മഹത്തായ ദൗത്യത്തിൻ്റെ പേരാണ് ഇസ്ലാഹ് എന്നത്. ബാക്കി കാര്യങ്ങളിലും അതില്ലാതെ ആയിട്ടല്ല, പക്ഷെ അവിടെയാണ്. അതാണ് ഇസ്ലാഹ്. അപ്പോൾ അതാണ് നമ്മുടെ വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം. ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം. പ്രാർത്ഥന ഇബാദത്തായതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. പിന്നെ നേർച്ച വഴിപാടുകൾ ഇബാദത്തായതുകൊണ്ട് നേർച്ച വഴിപാടുകൾ അള്ളാഹുവിനോട് മാത്രം. തവക്കുൽ ഇബാദത്തായതുകൊണ്ട് തവക്കുൽ അള്ളാഹുവിനോട് മാത്രം. പഴയകാലത്തൊക്കെ തവക്കുൽ ആരാണ്? ഞാൻ പിന്നെ ഒരു കടപ്പുറത്തൊരു പ്രഭാഷണത്തിന് പോയി, പരപ്പനങ്ങാടി. അപ്പോൾ രാത്രി സമയത്താണ് പ്രഭാഷണം. അപ്പോൾ അവിടെയുള്ള കുട്ടികൾ അത്ര വലിയ സാംസ്കാരികമായിട്ടൊന്നും വളർന്നിട്ടുണ്ടാവില്ല. കടപ്പുറത്തുള്ള ആളുകൾ ഒരു 6-7 വയസ്സ് വരെയൊന്നും ഉടുപ്പൊന്നും ഉണ്ടാവില്ല. കാലിലും അരയിലും തോളിലും കഴുത്തിലും എല്ലാം ഏലസും മൈക്കല്ലാണ്. അപ്പോൾ എൻ്റെ കൂടെ പ്രസംഗിക്കാൻ വന്നിരുന്ന അബ്ദുറഹ്മാൻ ഫാറൂഖി പറഞ്ഞു, ഉസ്താൻ ഇവിടെയുള്ള കുട്ടികളൊക്കെ ബാറ്ററിക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. ആകെ ബാറ്ററി വെച്ചതുപോലെ, ഇവിടെ ഒരു ബാറ്ററി, ഇവിടെ ഒരു ബാറ്ററി, അരയിൽ 5-6 ബാറ്ററി, കാലിലും ബാറ്ററി. അത് തവക്കുലാണ്. അവയിലാണ് തവക്കുൽ ചെയ്തിരുന്നത്. പണ്ട് കാലത്ത് മുസ്ലിങ്ങൾ വീട് വിട്ടു പോകുമ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ തവക്കുൽ ചെയ്തിരുന്നു. എന്താ? ബദരീങ്ങളുടെ 313 ബദരീങ്ങളുടെ പേരെഴുതിയിട്ട് വീടിൻ്റെ മുകൾ ഭാഗത്ത് വെക്കും. വരുന്നത് വരെ ആ ബദരീങ്ങൾ വീട് കാത്തുകൊള്ളുമെന്ന ഉറച്ച വിശ്വാസം. അതാണ് അള്ളാഹു അല്ലാത്തവരിലുള്ള തവക്കുൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇസ്ലാഹ് നടത്തിയാണ് നമ്മൾ നമ്മുടെ സമുദായത്തെ കൊണ്ടുവരുന്നത്. മുഹീദ്ദീൻ ശൈഖിന് സാധ്യമല്ലാത്ത, മുഹമ്മദ് നബിക്ക് സാധ്യമല്ലാത്ത, ജിബ്രീലിന് സാധ്യമല്ലാത്ത കഴിവുകളാണ് ഇപ്പം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആളുകൾ മുഹമ്മദ് നബിയുടെ തലയിൽ നിന്ന് ഉതിർന്നു പോയ മുടിക്ക് വകവെച്ച് കൊടുക്കുന്നത്. അതിൽ നിന്നുകൂടി നമ്മൾ മോചിതമാകട്ടെ.
ഈ 5-6 മുടി റസൂലുള്ളയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ ഉപയോഗപ്പെടുത്തി പ്രവാചകൻ്റെ കൊഴിയുന്ന മുടി ശേഖരിച്ചു. പ്രവാചകൻ്റെ തല ചെയ്യുന്ന ജീപ്പിൽ നിന്ന് ഏതാനും പല്ലുകളും സ്വരൂപിച്ച് ഒരു ഈത്തപ്പനയുടെ കൊലയിലാക്കി ദർവാൻ എന്ന ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഒരു വലിയ പാറക്കല്ലിന്, ഒരു കാരണവശാലും ഈ സാധനത്തിന് പുറത്തു വരാൻ പറ്റാത്ത അത്ര ഭീമാകാരമായ ഒരു പാറക്കല്ലിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടും ഈ 2 വസ്തുക്കൾ, പ്രവാചകൻ്റെ തലയിൽ നിന്ന് ഉതിർന്നു വീണ നേർത്ത മുടിയും പ്രവാചകൻ ചീകാൻ ഉപയോഗിച്ച ചെരുപ്പിൻ്റെ പല്ലുകളും ഈ ലോകത്ത് ഏറ്റവും ശക്തമായ മാനസിക അവസ്ഥയിൽ മാത്രം നിലനിന്ന മഹാനായ പ്രവാചകന് 6 മാസമോ 1 കൊല്ലമോ മനവിഭ്രാന്തി ഉണ്ടാക്കി ഭ്രാന്തനാക്കി മാറ്റി എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നിടത്താണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു കഷ്ണം. ആ കഷ്ണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഈ വിശ്വാസത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സഹായം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളും നിലനിൽക്കുന്നത്. അതുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ. നമുക്ക് ആ വിശ്വാസമല്ല. മൊഹീദ്ദീൻ ഷെയ്ഖിന് കഴിയാത്തത്, മുഹമ്മദ് നബിക്ക് കഴിയാത്തത്, മുഹമ്മദ് നബിയുടെ തലയിൽ നിന്ന് ഉതിർന്നു പോകുന്ന ഏതാനും മുടികൾക്ക് സാധ്യമാവുക, അഥവാ ആദം നബി മുതൽ അന്ത്യനാൾ വരെ ജീവിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും ഫിത്നത്തുള്ള ആളാണ് നബി എന്ന് നബിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിത്നത്ത് പറഞ്ഞാൽ ഓർമ്മശക്തി, കുശാഗ്ര ബുദ്ധി, നിതാന്തമായ ജാഗ്രത, തികഞ്ഞ മനസ്സാന്നിധ്യം. ഒരു സന്ദർഭത്തിൽ പോലും, ഒരു സെക്കൻഡിൽ പോലും ഒരു പ്രവാചകൻ്റെ മാനസികാവസ്ഥയുടെ സജീവതക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അങ്ങനെയുള്ള പ്രവാചകന് 6 മാസം ഭ്രാന്തുണ്ടായി. വക്കീല സന, ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത് 1 കൊല്ലമാണ് എന്ന് ആരാണ് വരുത്തിയത്? പ്രവാചകൻ്റെ തലയിൽ കേവലം മുടിയും പ്രവാചകൻ തന്നെ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചീപ്പിൻ്റെ പല്ലുകളും. ദീർഘമായിട്ട് പറയേണ്ട വിഷയമാണ്, സമയമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൽ നിന്നുകൂടി മോചിപ്പിക്കപ്പെട്ട വിഭാഗമാണ് നമ്മൾ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല, റസൂലുള്ളാൻ്റെ മുടി റസൂലുള്ളാക്ക് ഉപദ്രവം ചെയ്യുക. അങ്ങനെ ചെയ്യോ? റസൂലുള്ളാൻ്റെ തലയിലുണ്ടായിരുന്ന മുടി, റസൂലുള്ളയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം റസൂലുള്ളാനോട് വലിയ സ്നേഹമുള്ള ആളാണ്, വസ്തുക്കളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹദീസിൽ വന്നത്. ഞാൻ സലാം മൗലിയുടെ വ്യാഖ്യാനം നോക്കി. സലാം മൗലിയെങ്കിലും ആ ഹദീസിനെ ഖണ്ഡിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രവാചകൻ ആദ്യം ഖുതുബ നടത്തിയിരുന്ന ഈത്തപ്പനയുടെ ബട്ടിലുണ്ടാക്കിയിട്ട് കൊമ്പ് ഉണ്ടാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിന്മേൽ വെച്ചിട്ടായിരുന്നു. എന്നിട്ടൊരു മിമ്പർ പടുന്നപ്പോൾ അവിടേക്ക് നീങ്ങി. അപ്പോൾ ഈ ഈത്തപ്പനയുടെ തടികൾ കരഞ്ഞു എന്ന്, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളെ വിട്ട് നിങ്ങൾ പോവുകയാണോ എന്ന്. അത്രത്തോളം റസൂലുള്ളയിലേക്ക് ചേർക്കപ്പെടുന്ന സകലതും റസൂലുള്ളയെ ഇഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരിക്കെ റസൂലുള്ളയുടെ തലയിൽ വളർന്ന പ്രവാചകൻ്റെ മുടി പ്രവാചകനെ ഭ്രാന്തനാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതേപോലെ ആ ചീപ്പിൻ്റെ പല്ലുകൾ അന്ധവും മൂകവുമായ ജീവനില്ലാത്ത നിർജീവമായ വസ്തുക്കൾക്ക് ഇപ്രകാരം സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള വിശ്വാസമാണ്. ലാത്തയെപ്പോലെ, ഉസയെപ്പോലെ, മനാത്തിനെ പോലെ, ഹുബലിനെ പോലെ, വദ്, സുബാഖ്, യഊത്ത്, യഊഖ്, നസ്റിനെ പോലെ, വഹീദി ഷേഖ്, റിഫായി ഷേഖ്, ബദരീങ്ങൾ, മഹാന്മാർ അവർക്കൊക്കെ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ നേരെ പകർപ്പാണ് മുടിക്കും ചീപ്പിനും ഇതുപോലെ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. അത് മറ്റേത് വസ്തുക്കൾക്കായാലും ശരി. അതിൽ നിന്നുകൂടി നമ്മുടെ വിശ്വാസത്തെ സ്ഫുടീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് മർക്കസുദ് ദഅ്വ എന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഒതുക്കി പറയാൻ കഴിയില്ല. അത് വിവരമില്ലാത്തവൻ്റെ അടയാളമാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കില്ല, നിങ്ങൾ ഭയങ്കര വിവരസ്ഥൻ തന്നെയാണെന്ന് പറയും. എത്ര ആൾക്കാരോട് ഞാൻ പറഞ്ഞു കേൾക്കണേ എനിക്ക് വിവരമില്ല, ആൾക്കാർ അംഗീകരിക്കില്ല. പക്ഷേ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, സംക്ഷിപ്തമായിട്ട് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ വിവരം കെട്ടവനാണ്, അവൻ വിവരദോഷിയാണ്. ആ അർത്ഥത്തിൽ ഞാനൊരു വിവരദോഷിയാണ്. എന്നിട്ടും സമയം വൈകിപ്പോയി. ഇനിയും പറയുമ്പോൾ അതും കൂടിയുള്ളൂ. അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദർശത്തിൻ്റെ വ്യതിരക്തത ശരിക്കും മനസ്സിലാക്കുക. ഒഴിവുള്ള സമയത്ത് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും.